കേരളത്തിൻ്റെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിന് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ തൃശ്ശൂരിൻ്റെ സ്ഥാനം വളരെ മഹനീയമാണ്. തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവും തൃശ്ശൂരിന് ഏറ്റവും കൂടുതൽ മഹിമയിലേക്ക് എടുത്തുയർത്തുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഗുരുവായൂരിൻ്റെ ഹൃദയഭാഗത്ത് ഹെലിക്സ് വുഡ് കാർവൻസ് എന്ന ഫർണിച്ചർ സ്ഥാപനം നടത്തുന്ന ബോസാറാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഫർണിച്ചറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, സ്ഥാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കുക. നമസ്കാരം സാർ. നമസ്കാരം. എത്ര വർഷം ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി? 18 കൊല്ലമായി. 18 വർഷം ഇത് ആരംഭിച്ചിട്ട്. എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള ഒരു കാരണം? ഇത് അപ്പച്ചനായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. നമ്മളത് അപ്പച്ചൻ മരിച്ചു, അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ഒരുപാട് ഫർണിച്ചർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഒരുപാട് കോമ്പറ്റീഷനാണോ? അപ്പോൾ ശരിക്കും കോമ്പറ്റീഷൻ, എന്നെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു മേഖലയാണ്. ഞാൻ കൂടുതലായിട്ട് ആൻറ്റിക് ഫർണിച്ചറുകളാണ് കൂടുതൽ ചെയ്യുന്നത്. അതായത് പഴയ ഫർണിച്ചർ എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്ത് ലേറ്റസ്റ്റ് സാധനം അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പഴയ കുറേ വസ്തുക്കൾക്കാണ് കൂടുതൽ ഡിമാൻഡ് അല്ലേ? പഴയ പണിത്തരം അല്ലേ? അങ്ങനെയുള്ള നമ്മൾ എവിടെ നിന്നാണ് അപ്പോൾ കളക്ട് ചെയ്യണത്? അതൊക്കെ നമ്മളങ്ങനെ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ കണ്ണിൽ പെടുന്ന പഴയ ഫർണിച്ചറുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളത് റിപ്പയർ ചെയ്ത് വെച്ച് അതിൻ്റെ ഡ്യൂപ്ലി നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പഴയ ഫർണിച്ചറൊക്കെ പോയി എടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുമെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിലയിൽ അതിൻ്റെ വ്യത്യാസം വരും? പുതിയതും പഴയതും തമ്മിലുള്ള വിലയിൽ വ്യത്യാസം വരുമോ? പഴയ ഫർണിച്ചർ നമുക്ക് ലഭിക്കുന്നതൊന്നും തിരിച്ചു കൊടുക്കില്ല. നമ്മൾ അതിൻ്റെ അളവിൽ വേറെ നിർമ്മിച്ചു കൊടുക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. പൈസയുടെ കാര്യത്തിൽ അപ്പോൾ വ്യത്യാസം വരുമോ? പൈസ നമ്മുടെ താരതമ്യേന കൂടുതലായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഇപ്പോൾ പഴയ സാധനങ്ങൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡ് ചോദിച്ച് കസ്റ്റമേഴ്സ് വരാറുണ്ടോ? ഏതൊക്കെ? അത്ര നിർബന്ധം പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കില്ല. അതെ അതെ. എന്തൊക്കെ ഇതാണ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്? സാർ പറഞ്ഞു ഇപ്പോൾ കൈവച്ചുള്ള കൂടുതൽ ഐറ്റംസ് ആണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അത്? ഞങ്ങൾ കൂടുതലായിട്ട് ഈ നാലുകെട്ടിന് ആവശ്യമുള്ള അല്ലെങ്കിൽ അമ്പലങ്ങൾക്ക് ആവശ്യമുള്ള തൂണുകൾ, മരത്തിൻ്റെ തൂണുകൾ കടഞ്ഞു കൊടുക്കുന്നു. എത്ര വലിയ തൂണുകൾ കിട്ടിയാലും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ അതുപോലെ തന്നെ മരങ്ങൾ കിട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഫർണിച്ചർ മേഖല ഏറ്റവും കൂടുതൽ ഇതായിട്ട് കോമ്പറ്റീഷനായിട്ട് കാണുന്നത് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഇത് കിട്ടാത്തതാണ്. അതെ അതെ. അപ്പോൾ എവിടെ നിന്നാണ് മരമൊക്കെ കളക്ട് ചെയ്യുന്നത്? മരം നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള പല മില്ലുകളിൽ നിന്നും നാട്ടിൻപുറങ്ങളിലുള്ള പറമ്പുകളിലും തൊടികളിലുമുള്ള
മരങ്ങളാണ് കളക്ഷൻ കൂടുതൽ. ഏത് മരം കൊണ്ട് നിർമ്മിച്ച ഫർണിച്ചറുകളാണ് കൂടുതൽ പോകുന്നത്? കൂടുതലായിട്ട് ഈട്ടി, തേക്ക്, പിന്നെ കുന്നിവാക, ഇപ്പോൾ മഹാഗണിയും ഉണ്ട്. അപ്പോൾ ഈ പല രീതിയിലുള്ള ഒരു കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ കടയിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ടുള്ള മരം ഏതാണ്? നമുക്ക് തേക്കായിരിക്കും കൂടുതൽ. അതിനകത്ത് 2 തരം തേക്കുണ്ട്. ഇപ്പോൾ ചെറുതേക്കെന്ന് പറയാം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ തേക്കും ചെറുതേക്കും തമ്മിലുള്ള വ്യത്യാസം? അത് നല്ല തേക്കാണെങ്കിൽ നല്ല ഡിസൈനും ഉണ്ടായിരിക്കും. അതിൽ എണ്ണയുടെ അംശം കൂടുതലായിരിക്കും. എണ്ണയുടെ അംശം ഉള്ളതാണ് കൂടുതൽ. അതെ, നല്ലത്. കൂടുതൽ പണിക്കാരും പറയാറുണ്ട് ഇപ്പം എണ്ണമയം ഉള്ളതാണെങ്കിൽ പണിയാനും ഒക്കെ. അതുപോലെ തന്നെ സാർ, ഈ നമ്മുടെ ഫർണിച്ചർ വ്യവസായത്തിന് വല്ലാത്തൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ഐറ്റംസ് വന്നു അല്ലേ? അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുറവ് വന്നു. അതൊക്കെ നമ്മുടെ വിപണിയെ പ്രതികൂലമായിട്ട് ബാധിക്കില്ല? അത് ബാധിക്കില്ല. അത് മരം ചെയ്യേണ്ട ആളുകൾ മരം തന്നെ ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു തറവടിത്തം എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ രസവുമാണ് അല്ലേ? അതെ അതെ. അപ്പോൾ പക്ഷെ അത് സ്റ്റീലിൻ്റെ കുറേ ഈട് നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. മരത്തിനെക്കാട്ടും കൂടുതൽ സ്റ്റീൽ. ഇപ്പോൾ ഞങ്ങളൊരു ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട്. സ്റ്റീലും മരവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എന്തൊക്കെ ഐറ്റംസാണ് സാറേ കൂടുതൽ നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെ ഐറ്റംസാണ് കൂടുതൽ? ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് 4 കെട്ടിനുള്ള തൂണുകൾ കടഞ്ഞു കൊടുക്കുന്നത് വുഡിൽ തന്നെയാണോ? അതെ, വുഡിൽ തന്നെ. അത് കേരളത്തിൽ തന്നെ ഞങ്ങളുടെ ഒരു മെഷീൻ, വലിയ ഒരു മെഷീനാണ് അല്ലെ കട്ട് ചെയ്യാനൊക്കെ ഉള്ളത്. കേരളത്തിൽ വളരെ കുറവാണ്. പിന്നെ കടച്ചിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ, അത് കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതെ, മെഷീൻ കടച്ചിലായിട്ട് ചെയ്യുന്നല്ലേ? ചെറിയ ചെറിയ കടച്ചിലുകൾ മെഷീൻ എല്ലായിടത്തും ഉണ്ട്. ഈ തൂണ് 4 കെട്ടിനുള്ള അമ്പലങ്ങൾക്കുള്ളതും ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് കൈവച്ചല്ല ചെയ്യണത്, ഈ കടച്ചിൽ മെഷീനിൽ തന്നെയാണ്. അതെ അതെ. അമ്പലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ അമ്പലങ്ങളിലാണ് ചെയ്തത്? വയനാടുള്ള അമ്പലങ്ങൾ, ഗുരുവായൂരുള്ള അമ്പലങ്ങൾ. ഇപ്പോൾ ഗുരുവായൂർ കുറച്ച് മെയിൻ്റനൻസ് നടത്തി അതിൽ തൂണുകളൊക്കെ നമ്മൾ കടഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മരത്തിൻ്റെ തന്നെ? ഏതൊക്കെ മരത്തിലാണ് ഉപയോഗിച്ചത്? അത് അമ്പലങ്ങൾ കൂടുതലായിട്ടും പ്ലാവിലാണ് ചെയ്യുന്നത്. പ്ലാവിലാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവികമായിട്ട് വല്ല പ്രത്യേകത ഉണ്ടോ? അതെ അതെ അതെ. പ്ലാവാണ് ദേവമരം എന്ന് പറയുന്നത്. അതിലാണ് ഈ കൂടുതൽ അമ്പലങ്ങൾ ചെയ്യുന്നത്. അയിനിയും ഉണ്ട്. അയിനി എന്ന് പറയുന്നത് അല്ലേ? കൂടുതൽ മരം പോകുന്നത് ഏതാണ്? നമ്മൾ കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ തേക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വീടുകളിലേക്കൊക്കെ തേക്കാണ് ചെയ്യുന്നത്. തേക്കാണോ ഈട്ടിയാണോ കൂടുതൽ ഈട് നിൽക്കുന്നത്? തേക്കും ഈട്ടി ഒരു കാറ്റഗറി തന്നെ.